പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി മറ്റൊരാളിൽ നിന്ന് ലൈംഗിക അതിക്രമണം നേരിടുന്നു എന്നുള്ള തരത്തിൽ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ പങ്കുവെക്കുന്നു. ആ വീഡിയോ വൈറലാകുന്നു. എന്നാൽ പൊതുവെ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ട് വരുന്ന കമൻറ്റുകൾക്ക് വിപരീതമായി ഈ പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായി എന്നുള്ളത് വലിയ സത്യമാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, ആ മനുഷ്യനെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല. മറിച്ച് ഈ പെൺകുട്ടി ആ സംഭവത്തെ റീച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ ആ പെൺകുട്ടി ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് മറുപടി നൽകിയിരിക്കുന്നു, ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതല്ല എന്നുള്ള തരത്തിലാണ് ആ പെൺകുട്ടി ആ വീഡിയോയിലൂടെ പറയുന്നത്. ആ വീഡിയോ തന്നെ ഞാൻ എടുത്തു പറയുന്നു, ആ വീഡിയോ പോലും റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമായി തെളിയിച്ചു തരാം. എൻ്റെ വീഡിയോ കാണണം, നമുക്ക് വ്യക്തമായ മറുപടി ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ കൊടുക്കാം. ഇനി എത്ര കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി മനസ്സിലാക്കാൻ പോകുന്നില്ല, എങ്കിലും ആ പെൺകുട്ടിക്ക് വ്യക്തമായൊരു മറുപടി നമുക്ക് കൃത്യമായ രീതിയിൽ കൊടുക്കാം. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 100% നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരോടൊപ്പമാണ് ഞങ്ങൾ. എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നില്ല? നിങ്ങളിത് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെയുള്ളൊരു കമൻസ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വീഡിയോ 2 പ്രാവശ്യം ഇട്ടു എന്നുള്ളതാണ്. ഈ 2 പ്രാവശ്യം വീഡിയോ ഇട്ടാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഒരേ വീഡിയോ അല്ല ഇട്ടത് എന്നുള്ളതാണ്. ഈ ഇട്ട 2 വീഡിയോയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രെൻഡിങ് BGM ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം പോളിസി പ്രകാരം ട്രെൻഡിങ് BGM ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റീച്ച് ആവും. ആദ്യത്തെ വീഡിയോ മിനിറ്റുകൾക്കകം തന്നെ, അതായത് മണിക്കൂറുകൾക്കകം തന്നെ 5 മില്യണോളം റീച്ച് ആയപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ അപ്ലോഡ് ചെയ്തു. അത് എന്തിനാണെന്ന് വിവേകമുള്ള ഇൻസ്റ്റാഗ്രാമിൽ സജീവമായി നിൽക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും, റീച്ചിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ആ വീഡിയോ ഓൾറെഡി റീച്ചായി, പിന്നെ എന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അപ്പോൾ ഫോളോവേഴ്സിനും റീച്ചിനാണ് എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരുത്താനാകില്ല. അടുത്ത കേൾക്കാം. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. കാരണം ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പെങ്ങളെ. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ വീഡിയോ, ഞാനിപ്പോൾ കേൾപ്പിക്കുന്ന വീഡിയോയിൽ പോലും നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആകുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക് സ്വാഭാവികമായിട്ടും ആ വീഡിയോയിൽ ഒരു റിയാക്ഷനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്? നിങ്ങൾ ആ വീഡിയോയിൽ ഒരു പ്രതികരണം നടത്തുന്നില്ല. കാരണം ഇത്രയും ക്യാപ്പബിലിറ്റി ഉള്ള, ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ പോലും നിങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി വളരെ മോശമാണ്, ആ വ്യക്തി സമൂഹത്തിന് അപകടകാരിയാണ് എന്നുണ്ട് എങ്കിൽ അയാളുടെ മുഖം നിങ്ങൾ കാണിക്കണമായിരുന്നു. അതുപോലും നിങ്ങൾ കാണിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അതിന് ഉത്തരവുണ്ടോ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറേ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് ഉറപ്പാണ് ആ സെക്കൻഡ്സ് വീഡിയോ നല്ല റീച്ച് ആവും. ഇനി നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് അയാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല, അത് ഇതുവരെ അപ്ലോഡും ചെയ്തിട്ടില്ല. അതിനർത്ഥം നിങ്ങൾക്ക് റീച്ച് മാത്രമായിരുന്നു. കാരണം ആ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ഇടണമായിരുന്നു. അത് ഇട്ടില്ല. എന്തുകൊണ്ടാണ് ഇടാത്തത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, അയാളെ തുറന്നു കാണിക്കണമെന്ന് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് റീച്ച് ആയാൽ മതി, അത്രയേ ഉള്ളൂ. അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. അതായത് നിനക്ക് തന്നെ മനസ്സിലായി ആ വീഡിയോ ശരിയല്ല, അത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കും തോന്നി ഞങ്ങൾ വിമർശിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് നിനക്ക് തോന്നിയെന്നല്ല, നിനക്കൊരു ഉറപ്പുണ്ട്. കാരണം നീ അത് ചെയ്ത ആളാണ്. പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമൻറ്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും കമൻറ്റ് സെക്ഷനുകളിൽ പൊതുവെ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒക്കെ പച്ചത്തെറി വിളിക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞ ആളുകളിൽ പലരും നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 90% ആളുകളും. അത് നിങ്ങൾക്ക് ദഹിക്കാത്തത്, നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചത് കൈയോട് കൂടിയിട്ട് വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ?
അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തേ പഴം വിഴുങ്ങിയിരുന്നേന്ന് ചോദിക്കുവോ? നിങ്ങൾ അതായിരിക്കും. അതായത് ഇപ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ എന്ന് ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിനെ റിയാക്ട് ചെയ്യും. അയാളത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അയാൾ ചെയ്യാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകാൻ സാധ്യത ഇല്ലാതിരിക്കാം. പക്ഷെ നിങ്ങളത് കൈകാര്യം ഇതുപോലെ എൻ്റെ പെങ്ങയോ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ ഈ പറയുന്നത് പോലെ ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് 2 വട്ടം ഒരു വീഡിയോ ട്രെൻഡിങ് BGM ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഒരു സൈക്കോ തര കളിയൊന്നും എൻ്റെ കുടുംബക്കാർ കളിക്കില്ല എന്തായാലും. ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാം. ഒക്കെ വീമ്പത്തരം പറയുന്നത് നിങ്ങൾ പരാതി കൊടുത്തു. ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ബസ്സിൽ വെച്ച് കുറേ സ്ത്രീകൾക്ക് അനിയത്തിമാർക്കൊക്കെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ പരാതി കൊടുത്തോ? ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഈ വീഡിയോയിൽ വെക്കണ്ടേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇട്ട വീഡിയോയിൽ തന്നെ ഇവളുടെ പേര് പറയുമ്പോൾ ആ പേര് എഴുതി കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കണ്ടന്റ് എഴുതുമ്പോൾ അത് എഴുതി കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതലൊന്നും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമന്റ് ബോക്സ്. ഓക്കെ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഒരു സ്ത്രീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളാരും ഉണ്ടാവില്ല. ഞാൻ പേഴ്സണലി പറയാം. നമ്മളെ സവാദ്, KSRTC സവാദിനെ അറിയാമല്ലോ. KSRTC ബസ്സിൽ കലാപരിപാടികളൊക്കെ നടത്തുന്ന നമ്മൾ മസ്താനി ഇഷ്യൂലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് മസ്താനിയുമായി ബന്ധപ്പെട്ടിട്ട് സവാദിനെ കുറിച്ച് അനുകൂലമായിട്ടുള്ള ട്രെൻഡൊക്കെ അന്ന് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആ ട്രെൻഡ് ഉണ്ടാക്കിയവർ പോലും സവാദിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടായില്ല. അതിൻ്റെ കാരണം എന്താ? ആ വിഷയം കൊണ്ടുവന്ന് ഞാനാണ്. ആ വിഷയം രണ്ടാമത് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് സായി പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ച് അവൻ വീണ്ടും അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ സ്റ്റാറ്റസ് ഇടുന്നു, അത് വൈറലാക്കുന്നു, മൊത്തത്തിൽ അവനെ വലിച്ചു കീറുന്നു. അപ്പോൾ ഒരു പെണ്ണിന് വേണ്ടി നമ്മൾ നിന്നില്ലേ? ആ പെണ്ണ് എന്തിടുന്നു, ആ പെണ്ണ് എന്തു ചെയ്യുന്നു, ആ പെണ്ണ് എങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. മറിച്ച് സവാദ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇതുപോലെയുള്ള കാര്യം ചെയ്യുന്ന ഒരു രോഗിയാണ്. അയാൾക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ നേരിടേണ്ടതുണ്ട്, അയാളെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അയാൾ ഈ പറയുന്നത് പോലെ ഒരു ഇരവാദം മുഴക്കി വക്കാലത്ത് പിടിച്ച് അയാൾ രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതി ഞങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടോ അയാളെ തുറന്നു കാണിച്ചു. ഇതുപോലെ എത്ര മനുഷ്യന്മാരുടെ വീഡിയോ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ KSRTC ബസ്സുകളിലൊക്കെ ഇത്തരം പരിപാടികൾ കാണിക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ പെങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെങ്ങൾ 100% റീച്ചിന് വേണ്ടി ശ്രമിച്ചു. കാരണം റീച്ചിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് പെങ്ങൾക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല. പെങ്ങൾ 2 പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അത് എന്തിനാ ചെയ്തത് എന്നുള്ളതിന് ഉത്തരം പെങ്ങൾക്കില്ല. കാരണം ഒരു വീഡിയോ 5.8 മില്യണോളം പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ അതിനേക്കാൾ റീച്ചാക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ ശ്രമിച്ചു. പെങ്ങൾ ഈ പറയുന്നത് പോലെ അനിയത്തിമാർക്കുള്ള ഒരു വലിയ സന്ദേശമായിട്ടാണ് പെങ്ങളുടെ വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യണമായിരുന്നു. തികച്ചും കൃത്യവും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണമായിരുന്നു. പെങ്ങൾ അത് കൊടുത്തിട്ടില്ല. അതിനർത്ഥം പെങ്ങളുടെ ഉദ്ദേശശുദ്ധി വേറെയാണ്. ഇത്രയേ ഉള്ളൂ പറയാൻ. വീണ്ടും ന്യായീകരിച്ച് മെഴുകണ്ട. നല്ല രീതിയിൽ ഏറി പോകും. കാരണം എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോകും. ശരി.